ഇതിനു പുറമെ കാണാൻ കഴിയുന്നത് ഒരൊറ്റ കാര്യമാണ്, ആ ഫോണിൽ നിന്നുള്ള മെസ്സേജുകൾ. ഇതിനു പുറമെ നിർണായകമായ വേറൊരു ഇൻഫർമേഷൻ കൂടി പൂവാർ പോലീസിന് സൈബർ സെൽ കൈമാറി. ജൂൺ 21 മുതൽ രാഖിയുടെ സിം ഉപയോഗിച്ചിരിക്കുന്നത് അവൾ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിലല്ല, പുതിയൊരു ഫോണിലാണ് ആ സിം അതിനുശേഷം ഉപയോഗിച്ചിരിക്കുന്നത്. പോലീസ് സൈബർ സെല്ലിനോട് അവസാനമായി ഒരു കാര്യം കൂടി ചോദിച്ചു. രാഖിയുടെ പഴയ ഫോൺ ഏത് ടവറിൻ്റെ കീഴിൽ വെച്ചാണ് അവസാനമായി ഓഫായത്? ജൂൺ 21 അമ്പൂർ ടവറിൻ്റെ കീഴിൽ വെച്ചാണ് രാഖിയുടെ ഫോൺ അവസാനമായി സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. ഇത്രയും പറഞ്ഞ് സൈബർ സെൽ അവസാനമായി ഒരു കാര്യം കൂടി പോലീസിനോട് പറഞ്ഞു. ഈ രാഖിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നതിന് മുന്നേ അവസാനം അതിലേക്ക് ഒരു കോൾ വന്നു. ആ കോൾ വന്ന വ്യക്തിയുടെ പേര് അഖിൽ എന്നാണ്. ഇപ്പോൾ പോലീസിൻ്റെ കയ്യിൽ നിർണായകമായ കുറച്ച് തെളിവുകളുണ്ട്. ഒന്ന്, രാഖിയുമായി അവസാനമായി ആ ഫോണിൽ സംസാരിച്ചത് അഖിൽ എന്ന വ്യക്തിയാണ്. അഖിലിൻ്റെ നമ്പർ പോലീസിൻ്റെ കയ്യിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ജൂൺ 21 അമ്പൂരിൽ വെച്ച് രാഖിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ്. രാഖിയുടെ ഫോൺ അമ്പൂർ വെച്ചാണ് കംപ്ലൈൻ്റ് ആയതെങ്കിൽ ആ പരിസരത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്നായിരിക്കും രാഖി ഫോൺ വാങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കടയിൽ ഒരു അന്വേഷണം നടത്തിയാൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടില്ലേ എന്ന് പോലീസ് ചിന്തിച്ചു. അങ്ങനെ ഇതന്വേഷിക്കാനായി ഒരു ടീമിനെ ഏർപ്പാടാക്കി. അഖിലിൻ്റെ നമ്പറിലേക്ക് പോലീസ് കോൾ ചെയ്തു.